ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. അപ്പോൾ നാളെ നമുക്ക് +1 കുട്ടികൾക്ക് ബിസിനസ് സ്റ്റഡീസും ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ഉണ്ട്, +2 സ്റ്റുഡൻസിന് എക്കണോമിക്സ് എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റഡീസ്, നമുക്കറിയാം മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു ട്രയലാണ് അല്ലേ. എന്ന് വെച്ചിട്ട് അത് കാര്യമാക്കണ്ടെന്നല്ല, മാർക്ക് എവിടെ എടുക്കൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ഫൈനൽ എക്സാം ഇത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞാൽ, അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം പഠിക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എവിടെയാണെന്നൊരു കമ്പയർ ചെയ്യാനും, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിൽ നിന്ന് എത്രത്തോളം ഞാൻ സഞ്ചരിക്കണം, എത്രത്തോളം ഞാൻ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ താഴെയാണോ എന്നൊക്കെ അറിയാനും കൂടിയിട്ടുള്ളൊരു ടെസ്റ്റ് റിസൾട്ട് പോലെയാണ് നമുക്കിതിന് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് സ്റ്റഡീസിന് ചാപ്റ്റർ വൈസ് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മിസ്സിന് മനസ്സിലായതുകൊണ്ട് കംപ്ലീറ്റ് ബുക്സ് തപ്പി, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പി, ഓരോ ചാപ്റ്ററിൽ നിന്നും ഓർഡർ വൈസ് ആയിട്ടൊരു 30 ക്വസ്റ്റ്യൻസ് മിസ് എടുത്തിട്ടുണ്ട്. 30 സംതിങ് ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുമോ അത്രയും നന്നായി പഠിക്കുക. 10 എണ്ണം പറ്റുള്ളെങ്കിൽ 10 എണ്ണം മാക്സിമം പഠിക്കാം. കാരണം നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും മാക്സിമം നല്ല പോലെ ഇമ്പോർട്ടൻറ്റുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യനെങ്കിലും പഠിക്കുക. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു 25-20 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. 30 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഓരോന്നും ഓരോ ഇങ്ക് വഴി മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇങ്കും ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ അങ്ങനത്തെ ഓർഡറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബിസിനസ്സിൽ നമുക്ക് സ്കിപ്പിംഗ് പോർഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാപ്റ്റർ വൈസ് സ്കിപ്പിംഗ് ഇല്ല എങ്കിലും നമുക്ക് ചില ഹെഡിങ്സുകളൊക്കെ നല്ല പോലെ സ്കിപ്പിംഗ് ആണ് കേട്ടോ. ആദ്യം മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. എന്താണ് ബിസിനസ്? ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, പിന്നെ ട്രേഡ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്, അങ്ങനെ തുടങ്ങിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ മീനിങ്ങും ഫീച്ചേഴ്സും പഠിക്കാം. നമുക്കൊരു ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരും. 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ടാണ് നമുക്കിത് ചോദിക്കാറ് കേട്ടോ. ദെൻ ബിസിനസ് റിസ്ക് എന്താണ്? കോസസ് ഓഫ് ബിസിനസ്. ഹ്യൂമൻ റിസ്ക് ഉണ്ട്, ഇതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയ കുറച്ച് റിസ്ക്, നാച്ചുറൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ബിസിനസ് റിസ്കിനെ കുറിച്ചിട്ട്, ബിസിനസ് റിസ്ക് നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ പഠിക്കാൻ പറ്റിയത്. കാരണം നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് പഠിക്കുക കേട്ടോ. ദെൻ അതിൽ തന്നെ ഓക്സിലറി ടു ട്രേഡ്, അതായത് ഹിൻഡ്രൻസസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് ടൈം എന്ന് പറഞ്ഞ ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യുന്നത് വെയർ ഹൗസ് ആണ്. അതേപോലെ റിമൂവ് ദ പ്ലേസിൻ്റെ ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ. അതേപോലെ ഓരോരോ ഹിൻഡ്രൻസസ് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ട്രേഡിന് ഹെൽപ്പ് ചെയ്യുന്ന സം ഓക്സിലറീസ് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, പിന്നെ വെയർ ഹൗസിങ്, ഫൈനാൻസ്, അതൊക്കെ ഉണ്ട്. അതാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അത് നന്നായി പഠിക്കുക. 5 മാർക്ക് തന്നെയാണ് കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം, മെറിറ്റ് പഠിക്കണം, ഡീമെറിറ്റ് പഠിക്കണം. ഇത് രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ഇത് നമുക്ക് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. ഒന്നെങ്കിൽ സോൾ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് ആയിരിക്കും ചോദിക്കുക. സോൾ എന്ന് പറഞ്ഞാൽ അവിടെ 1 man കൺട്രോൾ, 1 man ആർമി, 1 man മാനേജ്മെൻറ്റ്, നോ കൺട്രോൾ എനി അതർ പേഴ്സൺ, അങ്ങനെ അതിൻ്റെ ഗുണങ്ങളുണ്ട്. നമുക്ക് ഡിസിഷനൊക്കെ വേഗം എടുക്കാം. പക്ഷേ അവിടെ എന്താണ് ദോഷം? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, നമുക്ക് ഷെയർ ചെയ്യാൻ വേറെ ആരും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോളിലുള്ളത്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. വേറൊരു കാര്യം, ഈ ഫീച്ചേഴ്സ് തന്നെയാണ് മെറിറ്റ്, ഇതിൽ നിന്ന് തന്നെയാണ് ഡീമെറിറ്റും. സോ അത് നല്ല പോലെ പഠിക്കാം. ദെൻ ഈ പാഠത്തിൽ വേറെ ഉള്ള ടോപ്പിക്കുകൾ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ഇതൊക്കെ നമുക്ക് 4 മാർക്കിലേക്ക് പോകാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി 2 മാർക്കിനാവും ചോദിക്കുക, അപ്പോൾ അത് പഠിക്കണം. പാർട്ട്നേഴ്സിൻ്റെ ടൈപ്പ് ചോദിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കിക്കോളോട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റി മിസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇതിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ജോയിൻ ഹിന്ദു ആവും ചോദിക്കാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. ബാക്കിയുള്ള 3 ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിന് ചോദിക്കും. ദെൻ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസസ് പഠിക്കണം. ഗവൺമെൻറ് കമ്പനി, അതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റൻസ് എങ്ങാനും ചെയ്യും, 51% ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻവെർട്ടർ കോമ ഇട്ട് നമ്മളോട് പറയും ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറയും. അതാണ് അവിടെ എഴുതുന്നത്. ദെൻ ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് വെച്ചാൽ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. പല പേരുകളുണ്ട് ഇതിന്. അപ്പോൾ ഗ്ലോബൽ എൻ്റർപ്രൈസിന് എക്സാമ്പിൾ അറിയണം, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് ഒക്കെ അറിയാം കേട്ടോ. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഈച്ച് കമ്പനീസ്. ഇവിടെ എക്സാമ്പിൾസ് ചോദിക്കുന്നത് പബ്ലിക് സെക്ടർ, പബ്ലിക് കോർപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതേപോലെ ഗവൺമെൻറ് കമ്പനിക്ക്
ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റഡ്, ഓക്കെ, ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്, ഇതിനൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ അറിയണം. ദെൻ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, അത് ഈ പെപ്സി കൊക്കക്കോളൊക്കെയാണ് മെയിനായിട്ട് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് മാറ്റ് നമുക്ക് 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ദെൻ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് 4-5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്, അതായത് B2B, B2C, B2G, B2E, അതാണ് സ്കോപ്പ് കേട്ടോ. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് മിസ് ചെയ്തിരിക്കുന്നത്, കാരണം അതാണ് റിപ്പീറ്റഡായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറ്. ദെൻ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ, ഈ പാഠം കണ്ടോ, ഈ ഒരു ഇൻകിലേത് ഈ നാല് ടോപ്പിക് ഉള്ള പാഠമാണ്. ചാപ്റ്റർ നമ്പർ 7 ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ് പാഠം. ഇതിലെ നല്ല പോലെ പഠിക്കണമെങ്കിൽ ഈ പാഠം മൊത്തമായി എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊമോട്ടേഴ്സ്, ഫങ്ഷൻസ് പഠിക്കാം, ചിലപ്പോൾ നമുക്ക് അതായിരിക്കാം ലോങ്ങസേക്ക് പോവാം. അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ടു ഫോം എ കമ്പനി, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറൻഡം ഓഫ് അസോസിയേഷൻ, ദെൻ പ്രോസ്പെക്ടസ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, ദെൻ നോർമൽ പ്രോസ്പെക്ടസ്, അങ്ങനെ തുടങ്ങി. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്, അത് എഴുതണം. ദെൻ കണ്ടൻസ് ഓഫ് MOA ആൻഡ് AO, എന്താണ് MOA? മെമ്മോറൻഡം ഓഫ് അസോസിയേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലോസസ്, നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ആ ക്ലോസസുകൾ പഠിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, അതിൻ്റെ കണ്ടൻസ് പഠിക്കാം. ദെൻ മെമ്മോറൻഡം ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, മെമ്മോറൻഡം ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയണം. അത് നമുക്കൊരു 4-5 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കും. സോ അത് നമ്മൾ എഴുതണം. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. ദെൻ പിന്നീട് നെക്സ്റ്റ് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ബിസിനസ് ഫൈനാൻസ് ആണ്. അതിൽ ലോങ് ടേം സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ലോങ് ടേം സോഴ്സസ്, ചിലപ്പോൾ അങ്ങനെയാവാൻ നമ്മളോട് ചോദിച്ചു ചോദിക്കാം. അതിൽ ഷെയർ, ഡിബഞ്ചർ, റീറ്റെയിൽഡ് ഏർണിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം കേട്ടോ. ഓൺഡും ഫണ്ടും ബോറോഡ് ഫണ്ടും ഏതൊക്കെയാണ്, റീറ്റെയിൽഡ് ഏർണിങ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്, ഡിബഞ്ചറിൻ്റെ ടൈപ്പ്, അതായത് കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ, പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിബഞ്ചറിൻ്റെ ടൈപ്പ് പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളത്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് കൂടിയും പഠിച്ചു വെച്ചിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സോഴ്സ് ഓഫ് ഫൈനാൻസ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഈ 2 പാഠം നല്ല പോലെ നിങ്ങൾ പഠിക്കുക, കാരണം ഫസ്റ്റത്തെ പാഠങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഓണപരീക്ഷയ്ക്കൊക്കെ പഠിച്ചതായിരിക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്മോൾ സ്കെയിൽ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ്, നബാർഡിനെ കുറിച്ചിട്ടും DICനെ കുറിച്ചിട്ടും അറിയണം. അതായത് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് കുഞ്ഞു സ്ഥാപനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതറിയാം. ദെൻ മൾട്ടിപ്പിൾ, പിന്നത്തെ പാടെന്ന് പറഞ്ഞിട്ട് ഇൻറ്റേർണൽ ട്രേഡാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇറ്റീരിയൻ്റെ ട്രേഡിൻ്റെ ടൈപ്സ് പഠിക്കണം, റീറ്റെയിൽ ട്രേഡിൻ്റെ. ദെൻ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്, അവരുടെ ഡിഫറൻസ് പഠിക്കാം. ഷെയർസും, അതായത് മൾട്ടിപ്പിൾ സ്റ്റോറും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിരിക്കാം. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മിസ് അധികം എടുത്തിട്ടില്ല. എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയറിൽ നിന്ന് മിസ് അധികം ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എക്സ്പോർട്ട് പ്രൊസീജിയർ മാത്രമാണ് എടുത്തത്. ദെൻ IMFും വേറെ ടോപ്പിക്കുകൾ മിസ്സായി എടുക്കാത്തത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. അതായത് ഒരു 7 ഉണ്ടെങ്കിൽ അതിൽ 1 എഴുതാണ്ട് ബാക്കി 6 നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കണമെന്നില്ല. അപ്പോൾ എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ വേണ്ടതെന്ന് കൂടി നോക്കാം. ഇത്രയും അതിലൊരു 30 ക്വസ്റ്റ്യൻസോളം മിസ് എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 30 ക്വസ്റ്റ്യൻസോളം എടുത്തിട്ടുണ്ട്. 30 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ 20 എണ്ണമാണ് പഠിക്കാൻ പറ്റുള്ളത് എങ്കിൽ നിങ്ങൾ ആ 20 ക്വസ്റ്റ്യൻസ് പഠിക്കുക. 15 എണ്ണാണെങ്കിൽ 15 എണ്ണം പഠിക്കുക, 10 എണ്ണാണെങ്കിൽ 10 എണ്ണം പഠിക്കുക. 30ഉം പഠിക്കാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ട് പോയാൽ മതി. മിസ് 30 എണ്ണവും പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകളാണ് മിസ് ഇതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല പോലെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.